ഡെന്നിയും ലച്ചും ഹോട്ടലിൽ തന്നെയുള്ള ലോബിയിൽ കർത്ത ഗ്രൂപ്പ്സുമായുള്ള മീറ്റിംഗ് റെഡിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഒരു ചില്ലിനപ്പുറമുള്ള ലോണിൽ മിഴിയൊരു ബോളുമായി കളിക്കുന്നുണ്ട്. ഹോട്ടലിൽ തന്നെയുള്ള സ്റ്റാഫിന് കുറച്ചു നേരത്തേക്ക് മോളെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അതൊരു ഹിന്ദിക്കാരനാണ്. മിഴി ഏതോ ഭാഷയിൽ അയാളോട് സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഡെന്നിയും ലച്ചും പരസ്പരം നോക്കി ചിരിച്ച്. കൃത്യം 10 മണിക്ക് ഒരു ബ്ലാക്ക് ബെൻസ് പോർട്ടിക്കോയിൽ വന്ന് നിർത്തി. ഫ്രണ്ട് ഡോർ തുറന്ന് ഒരു 23 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി. വൈറ്റ് ഫോമൽ ഷർട്ടും ബ്ലാക്ക് സ്കിൻ ഫിറ്റ് മിനി സ്കേർട്ടുമാണ് വേഷം. ചുണ്ടിൽ കടുപ്പിച്ച് ചുവന്ന ചായം പൂശിയിട്ടുണ്ട്. അവൾ കയ്യിലെ ലാപ്പ് ഒന്നുകൂടെ മുറുകെ പിടിച്ച് ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അതിൽ നിന്ന് 25 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി പുറത്തേക്ക് ഇറങ്ങി. ബിസിനസ് സ്യൂട്ടാണ് വേഷം. ന്യൂഡ് ലിപ്സ്റ്റിക്ക്. അധികം സമയങ്ങളൊന്നുമില്ല. തോൾ വരെയുള്ള മുടി സ്ട്രൈറ്റ് ചെയ്ത് ലെയർ വെട്ടിയിട്ടിരിക്കുന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. ഒരുപാട് നാളുകൾ കാത്തിരുന്ന് അടുത്തേക്ക് വന്നതിന്റെ സന്തോഷം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. സൂസൻ, വെർ ഇസ് ദി മീറ്റിംഗ്? അവൾ മുഖത്തെ സൺഗ്ലാസ് മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഓൺ ദ ബാക്ക് സൈഡ് മാഡം. സൂസൻ വിനയത്തോടെ മറുപടി പറഞ്ഞു. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. അവൾ ധൃതിയിൽ സ്റ്റെപ്പുകൾ ഓടിക്കയറി. മുന്നിലെ ഗ്ലാസ് ഡോറിനുള്ളിൽ കൂടെ അവൾ കണ്ടു ലോബിയിലിരിക്കുന്ന ഡെന്നിയെ. അവനെ കണ്ട മാത്രയിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവനിലേക്ക് കുതിച്ചാടുന്ന മനസ്സിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് അവൾ സാധാരണമായി പെരുമാറാൻ ശ്രമിച്ചു. ഡെന്നി പക്ഷെ അവരുടെ വരവ് കണ്ടിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ മിഴിയിലായിരുന്നു. ലച്ചു തട്ടിയപ്പോഴാണ് അവൻ മുന്നിലേക്ക് നോക്കുന്നത്. മുന്നിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ടുപേരെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഓ സോറി, ഐ ഡിഡ്ന്റ് സീ യു. അവൻ ക്ഷമാപണം പോലെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. അപ്പോൾ മാത്രമാണ് ഡെന്നി അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അവന്റെ കണ്ണിൽ ഒരു ആകാംക്ഷ വിടർന്നു. ഒന്നുകൂടി ഉറപ്പിക്കാനായി അവൾ നോക്കിയപ്പോൾ കണ്ടു തന്നെ മാത്രം നോക്കി ചിരിക്കുന്നു. ദക്ഷ? അവൻ അത്ഭുതത്തോടെ വിളിച്ചു. യാ, ഇറ്റ്സ് മീ ദക്ഷ. ദക്ഷ പിള്ള. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഗോഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. അവൻ അപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു. ഹാ, ഒന്ന് ശ്വാസം വിട്ട് ഡെന്നിച്ച. അവൾ എൻ്റെ വയറ്റിൽ കളിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ആ ഇടിയിൽ മുഖം ചുളിഞ്ഞ് തൊട്ടടുത്ത് ഇതൊക്കെ കണ്ട് വാപ്പൊളിച്ചിരുന്ന ലച്ചുവിൻ്റെയാണ്. ശരിക്കും ഷോക്കായല്ലേ? ദക്ഷ ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു. പിന്നെ ആവാതെ, ദാവണിയും ചുറ്റി തുളസിക്കതിനും വെച്ച് കോളേജിൽ വന്നിരുന്ന അന്നത്തെ പൊട്ടിപ്പെണ്ണ് ഇവിടെ കർത്ത ഗ്രൂപ്പിന്റെ CEO ആയിട്ട് വരുമ്പോ ഇത്രയെങ്കിലും ഞാൻ ഞെട്ടണ്ടേ? അവൻ ചോദിച്ചു. ആ, അതാണ് ഞാൻ. ഡെന്നിസിന്റെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ രണ്ടാമതൊരു ചാൻസ് തന്ന് അവൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു. എന്നാലും പെണ്ണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ മാറ്റം. ദക്ഷാപിള്ളയിൽ നിന്ന് ഇങ്ങനൊരു സ്ഥാനത്തെത്തിന് പിന്നിലുള്ള ചേതവികരം എന്താണാവോ? അവന് ഓപ്പോസിറ്റ് ആയിരുന്നുകൊണ്ട് ചോദിച്ചു. സിമ്പിൾ, ഇതെല്ലാം എൻ്റെ അമ്മയുടെയാണ്. അച്ഛൻ്റെ ഒരു സാധാ കൃഷിക്കാരൻ. അമ്മ മുംബൈ അടക്കി വാണിരുന്ന ഒരു ബിസിനസ് ടൈക്കോണ്ട മോളും. പിന്നെ സ്ഥിരം ക്ലീഷേ. നാട്ടിൽ വന്ന അമ്മ അച്ഛനെ കാണുന്നു. പിന്നെ പ്രേമം, ഒളിച്ചോട്ടം, കല്യാണം. ഒടുക്കം ഞാനുണ്ടായി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അമ്മക്ക് നാട്ടുമ്പുറം അടുത്തു. അച്ഛൻ സ്റ്റാറ്റസിന് ചേരാത്തായി. കുഞ്ഞായിരുന്നു എന്നെ ഉപേക്ഷിച്ച് പോയി. അച്ഛനായിരുന്നു നോക്കിയത് മുഴുവൻ. 5 കൊല്ലം മുന്നേ അച്ഛൻ വിട്ടുപോയി. ഒറ്റക്കായപ്പോൾ അമ്മ വന്നു. മുംബൈയിലേക്ക് ഒരു പറിച്ച് നടക്കും. ആദ്യമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡെന്നിച്ചൻ പറഞ്ഞ പോലെ ദാവണി വിറ്റിയാർന്ന പൊട്ടിപ്പെണ്ണായിരുന്നില്ലേ. പിന്നെ ഈ കാണുന്നത് ദക്ഷയായി. അവളൊരു ചിരിയോടെ പറഞ്ഞു. ഈ കാര്യമൊന്നും മുന്നേ പറഞ്ഞില്ലല്ലോ? ഡെന്നി അവളെ നോക്കി ചോദിച്ചു. എന്തിന്? അമ്മ ഉപേക്ഷിച്ചു പോയൊരു കുട്ടി എന്നുള്ളൊരു സിമ്പതി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ആ കുറവ് അച്ഛൻ വരുത്തില്ലെന്ന് പറയുന്നത് ശരി. ഇപ്പോൾ ഒരുപാട് മാറി ഞാൻ. നാട്ടിൻപുറത്തെ നായർമലയ്ക്ക് എങ്ങോ പോയി. അവളൊരു ചിരിയോടെ പറഞ്ഞു. അതൊക്കെ വിട്. എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ ഈ കോളേജിൽ കാണാൻ കഴിയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവന്റെ കണ്ണിൽ അപ്പോഴും അത്ഭുതമായിരുന്നു. അതൊക്കെ വിട് ഡെന്നിച്ച. പിന്നെ എന്തെങ്കിലും വിശേഷം? എങ്ങനെ പോകണം കോളേജിലെ ചാമിങ് ഡാഷിംഗ് ഹോട്ട് ഡെന്നിസിന്റെ ലൈഫ്? അവളൊരു കളിയോടെ ചോദിച്ചു. ഡീഡി വേണ്ട. അവനവൾ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഇച്ചാ, ടൈമായി. ലച്ചിന് ഇവരുടെ സംസാരം കണ്ട് നല്ല രീതിയിൽ കുശുമ്പ് വരുന്നുണ്ടായിരുന്നു. ഓ, ഇവളെ കണ്ട സന്തോഷത്തിൽ ഞാനത് വിട്ടു. ഡെന്നി ലച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു മുഖം കൂട്ടി തിരിഞ്ഞു. ഡെന്നിക്ക് അവളുടെ മുഖം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. വെയിറ്റ്, എന്താ വിളിച്ചത്? ഇച്ചായനെന്നോ? അപ്പൊ ഇതാണോ ഡെന്നിച്ചന്റെ വേദു? ദക്ഷ അത്ഭുതത്തോട് ചോദിച്ചു. ലച്ചുവിന് ഞെട്ടലായിരുന്നു. തന്നെ എങ്ങനെ അറിയാമെന്ന് ആലോചിച്ചു. ഡെന്നി ഒരു ചമ്മലോട് തലതാഴ്ത്തി. ഇതാണ് വേദലക്ഷ്മി എന്ന വേദു. അവൻ ലച്ചുവിനെ പിടിച്ച് അടുത്തെത്തിക്കൊണ്ട് പറഞ്ഞു. ഡെന്നിയുടെ ആ പ്രവൃത്തി കണ്ട് ദക്ഷയുടെ മുഖം ചുളിഞ്ഞു. പക്ഷെ അവളത് പുറത്ത് കാണിക്കാതെ പെട്ടെന്നൊരു ചിരിയെടുത്ത് അണിഞ്ഞു. അങ്ങനെ വരട്ടെ, ഞാനും കരുതി ഇതാരെ ഇത്രയും ധൈര്യത്തിൽ ഇച്ചായെന്ന് വിളിക്കാനെന്ന്. കോളേജിൽ ആരെ കൊണ്ട് വിളിപ്പിക്കാത്ത പേരായിരുന്നില്ല അത്. ചോദിക്കുമ്പോൾ പറയും അത് വേദു മാത്രം വിളിക്കുന്നതാണെന്ന്. അപ്പൊ ഇതാണല്ലേ കക്ഷി. ഹായ് വേദു. ദക്ഷ ഒരു ചിരിയോടെ കൈ നീട്ടി. വേദു അല്ല, ലച്ചു. എല്ലാവരും എങ്ങനെ വിളിക്കുക? ലച്ചു തിരുത്തിക്കൊണ്ട് കൈ ചേർത്തു. ഓ സോറി, അപ്പൊ വേദു എന്ന് ഡെന്നിസ് മാത്രം വിളിക്കുന്നതാണല്ലേ? ഉള്ളിൽ എന്തെന്നറിയാത്ത ദേഷ്യം നുരഞ്ഞു പൊന്തുമ്പോഴും അത് അടക്കി നിർത്തി ദക്ഷ പറഞ്ഞു. ഡെന്നി അതുകൊണ്ടൊരു ചിരിയോടെ ഇരുന്നു. മാം, വി ഹാവ് ആൻ അപ്പോയിൻമെന്റ് അറ്റ് 11:30. സൂസൻ ഓർപ്പിച്ചു. ഓ, ഐ ഫോർഗെറ്റ് ഇറ്റ്. ഡെന്നിച്ച, അപ്പോൾ തുടങ്ങിയാലോ? യാ ഷുവർ. അവൻ അതും പറഞ്ഞ ലാപ്പ് എടുത്തു. ഡെന്നിയിൽ വെച്ച് ഒരുമിച്ചാണ് പ്രസന്റ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഡെന്നിയുടെ കണ്ണുകൾ ലോണിൽ കളിക്കുന്ന മിഴിയിലേക്ക് പോകുന്നുണ്ട്.
ഡെന്നിയെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ദക്ഷ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു. അവളൊരു സംശയത്തോടെ മിഴിയെ നോക്കി. അവർ തമ്മിലുള്ള സാമ്യത അവളുടെ ഉള്ളിൽ തീകോരിയിട്ടു. പക്ഷെ അറിഞ്ഞത് വെച്ച് ഡെന്നി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഓർത്തപ്പോൾ ആളിക്കൊണ്ടിരിക്കുന്ന തീയൊന്ന് ശമിച്ച പോലെ അവൾക്ക് തോന്നി. വീണ്ടും വീണ്ടും ഡെന്നിയുടെ നോട്ടം പുറത്തേക്ക് പോകുന്നുണ്ട്. ദക്ഷ അസ്വസ്ഥയോടെ തലവിട്ടിച്ചു. നല്ല ക്യൂട്ട് വാവ അല്ലേ ഡെന്നിച്ച? ദക്ഷ അവനെ നോക്കി പറഞ്ഞു. അവന്റെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ അവൾക്കും സന്തോഷമായി. പിന്നെ ക്യൂട്ട് മാത്രമല്ല വായാടിയ. ഡെന്നിയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നിന്നു. ഡെന്നിച്ചിനറിയാമോ ആ വാവേനെ? ദക്ഷ ഒരു ഭീതിയോടെ ചോദിച്ചു. പിന്നെ അറിയാതെ എന്റെ മോള മിഥില, മിഴിയെന്ന് വിളിക്കും. അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ദക്ഷയ്ക്ക് കാൽച്ചൂട്ടിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി. ഇത്രയും കാലം മാറിയെന്ന് എല്ലാ യോഗ്യതയോടും കൂടി അവന്റെ മുമ്പിൽ നിൽക്കാനായിരുന്നു. അവനെ നഷ്ടപ്പെടുന്ന അവൾക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. അവൾ കൈകൾ രണ്ടും കൂട്ടിയമർത്തി ഉള്ളിലെ രോഷം ഞെരിച്ചു കളഞ്ഞു. അതിന് ഡെനിസിന്റെ കല്യാണം കഴിഞ്ഞോ? ഉള്ളിൽ അമർഷം വാക്കിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചവൾ ചോദിച്ചു. അതിന് മോളുണ്ടാവാൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ഡോറിനടുത്തേക്ക് നടന്നു. കുഞ്ഞാ, അവന്റെ വിളി കേട്ട് കളിച്ചുകൊണ്ടിരുന്ന മിഴി ബോൾ കയ്യിൽ പിടിച്ച് അവനെ തിരിഞ്ഞു നോക്കി. പപ്പേ! അവൾ അവനെ നോക്കി കണ്ണുകൾ വിടർത്തി. വാ, അവൻ കൈകാട്ടി വിളിച്ചു. മിഴി ബോൾ അവിടെ ഇട്ടുകൊണ്ട് അവന് നേരെ ഓടിയെടുത്തു. വിടർത്തി പിടിച്ച ഡെന്നിയുടെ കൈകളിലേക്ക് അവൾ ഓടിക്കയറി. അവൻ അവളെ എടുത്തു വരുത്തി വട്ടം കറക്കി. അവൾ കുഞ്ഞിക്കയർ അവന്റെ മുഖം മുഴുവൻ തലോടി. പാപ്പയുടെ കുഞ്ഞ കളിയായിരുന്നോ? അവൻ അവിടെ കവിളിൽ ഉമ്മച്ചുകൊണ്ട് പറഞ്ഞു. ആ പപ്പേ, ഞാൻ അവിടെ നിന്ന് കളിച്ചായിരുന്നു, മിഴി സന്തോഷത്തോടെ പറഞ്ഞു. വാ, പാപ്പ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അവൻ മോളെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ദക്ഷേ, ദേ ഇതാണ് ഞങ്ങളുടെ കുറുമ്പി. കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല നാക്ക. കുഞ്ഞ, ദേ ഇത് പപ്പയുടെ ഫ്രണ്ടാ. അവൻ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. ഹായ് ആന്റി, മിഴി ദക്ഷയെ നോക്കി പറഞ്ഞു. ഹായ് മോളു, ഉള്ളിലെ ദേഷ്യം പുറത്തണിക്കാതെ ദക്ഷ പറഞ്ഞു. എന്നാലും ഡെന്നിസിന്റെ കല്യാണം കഴിയുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് സർപ്രൈസ് ആയിപ്പോയി. മോളുടെ അമ്മയുടെ? ദക്ഷ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ഇതാ എൻ്റെ അമ്മ, മിഴി ലച്ചുവിനെ ചൂണ്ടി പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ദക്ഷയെ സഹിക്കാനായില്ല. തിരക്കൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ വേഗം നടന്നു. ദക്ഷയുടെ പെട്ടെന്നുള്ള പെരുമാറ്റം ഡെന്നിയെയും ലച്ചുവിനെ അത്ഭുതപ്പെടുത്തി. അവൾ പോകുന്ന വഴി നോക്കി നിന്നു. ഇല്ല ഡെന്നിച്ച, നിങ്ങൾ എൻ്റെയാ, വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും. അതിനല്ല ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. ആരെയാലും അകറ്റും ഞാൻ നിങ്ങളിൽ നിന്നു. എൻ്റേത് മാത്രമാക്കി മാറ്റും ഞാൻ. അവൾ ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിന്റെ ഡോർ വലിച്ചടച്ചു. പൊടി പറത്തിക്കൊണ്ട് ആ കാറ് കോമ്പൗണ്ട് വിട്ടുപോയി. ഇച്ചായനെങ്ങനെയാ ആ പെണ്ണിനെ പരിചയം? ബെഡിൽ നിന്ന് മിഴിയുടെ കൂടെ കാട്ടും കാണുന്ന ഡെന്നിയെ നോക്കി ലച്ചു ചോദിച്ചു. ഏത് പെണ്ണിനെ? മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത പോലെ അവൻ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. ആ ദക്ഷ, ലച്ചു കുശുമ്പോടെ ചോദിച്ചു. അതപ്പോ പറഞ്ഞ് നീ കേട്ടല്ലേ, കോളേജിൽ വെച്ച് എൻ്റെ ജൂനിയർ ആയിരുന്നു. അവളുടെ മുഖത്തെ ഭാഗങ്ങൾ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അതേതാ, ഞാനറിയാത്തൊരു ജൂനിയർ. അവൾ വിട്ടുകൊടുക്കാൻ ഭാവമുണ്ടായിരുന്നില്ല. എൻ്റെ എല്ലാ ജൂനിയേഴ്സിനെയും നീ അറിയോ? അവൻ ടി വിയിൽ നിന്ന് കണ്ണെടുത്ത് അവൾ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ല, ഞാനറിയാത്തായിട്ട് ഇച്ചാൻ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ ചമ്മൽ പുറത്തണിക്കാതെ പറഞ്ഞു. എന്താ ഇപ്പം നിന്റെ പ്രശ്നം? അവൻ താടിക്ക് കൈ കൊടുത്തിരുന്നോട് ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അവൾ മുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു. പക്ഷേ ഞൊടിയിടയിൽ അവൻ അവളെ വലിച്ച് ബെഡിലിട്ടു. ലച്ചു അവനരികിലായിരുന്നു. എന്താ ചായ? അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. നീ പറഞ്ഞിട്ട് പോയാൽ മതി. അവളുടെ കൈവിടാതെ തന്നെ അവൻ പറഞ്ഞു. എന്ത്? എനിക്കൊന്നും പറയാനില്ല, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലേ? അവൻ അവളുടെ കയ്യിൽ നിന്ന് കൈയെടുത്ത് ഇടുപ്പിലായി പിടിമുറുക്കി. ലച്ചു ഒന്ന് ഏങ്ങിക്കൊണ്ട് അവനെ തോളിൽ പിടിച്ചു. ഈ ചായ? അവൾ വിറച്ചു. പറവേതു? അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു. അവന്റെ നിശ്വാസം മുഖത്ത് തട്ടുന്നതിനനുസരിച്ച് അവൾ കഴുത്ത് വെട്ടിച്ചു. അവന്റെ ചൂടുള്ള നിശ്വാസം തന്റെ കഴുത്തിൽ തട്ടുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഉമിനീരിറക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ ഇരുന്നു. ഇത്രയും അടുത്ത് അവളെ കണ്ടപ്പോൾ ഡെന്നിയുടെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. അവൻ മെല്ലെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ താടിരോമങ്ങൾ അവളുടെ വെളുത്ത കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവൾ നീങ്ങി. അവളിൽ നിന്ന് ഉയരുന്ന ഒരു ചെറിയ ശബ്ദം പോലും അവനിൽ ആണിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവയായിരുന്നു. അവന്റെ ആദരങ്ങൾ അവളുടെ കഴുത്തിൽ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിലായി നിന്നു. ഇരിച്ചതാവനെ! മിഴിമോളുടെ അലർച്ചയാണ് രണ്ടുപേരെയും ഉണർത്തിയത്. ലച്ചു ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് പിടഞ്ഞുമാറി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡെന്നി അപ്പോഴും അവളുടെ ഇടുപ്പിൽ നിന്നുള്ള പിടിവിടാതെ അവൾ അവിടെ തന്നെ ഇരുത്തി. പപ്പേ! മിഴി ഡെന്നിയുടെ മണിൽ ചാടിക്കയറിയെന്നോട് വിളിച്ചു. എന്താണ് കുഞ്ഞാ? ഒരു കയ്യിൽ മിഴിയെയും മറുകയിൽ ലച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഡെന്നി ചോദിച്ചു. ഈ കല്യാണം കഴിച്ചാലാണോ കുത്തികളുണ്ടാവുക? മിഴി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ന് ആര് പറഞ്ഞു പപ്പയുടെ കുഞ്ഞിനോട്? അവൻ അവളുടെ നെറ്റിൽ താടി മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്ന് രാവിലെ വന്ന ആന്റി പപ്പയോട് ചോദിച്ചിട്ട് ഞാൻ കേട്ടല്ലോ, പപ്പയുടെ കല്യാണം കഴിഞ്ഞോന്ന്. മിഴി ആലോചനയോടെ പറഞ്ഞു.
അതിന് കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല കുഞ്ഞാ. അവൻ ലച്ചുവിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. ലച്ചു അത് കേട്ട് ഞെട്ടിക്കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ അവന്റെ കൈകൾ അവളിൽ വിടാതെ പിടിമുറുക്കിയിരുന്നു. അതെങ്ങനെയാ പപ്പേ? മിഴി സംശയത്തോടെ ചോദിച്ചു. അതറിയാനുള്ള പ്രായം എൻ്റെ കുഞ്ഞിനായിട്ടില്ല. കുറച്ചുകൂടി വലുതാകുമ്പോൾ പപ്പ പറഞ്ഞുതരാം കേട്ടോ. അവൻ അവളൊരു കയ്യാൽ ഇക്കിളിയായിക്കൊണ്ട് പറഞ്ഞു. മിഴി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ ഇറുകെ പുണർന്നു. അല്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാന്? നമുക്കിവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങണ്ടേ? ഡെന്നി മിഴിയോട് ചോദിച്ചു. ആ വേനും വാ പോവാ, അവൾ ബെഡിൽ എഴുന്നേറ്റും തുള്ളിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോഴല്ല, ഉച്ചയ്ക്ക് നമുക്ക് മാമ ഒഴിച്ചിട്ട് പോവാം. എന്നിട്ട് രാത്രി വരെ എല്ലായിടത്തും കറങ്ങിടക്കാം, അവൻ മിഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ രാത്രി ആയാലോ? മിഴി മുട്ടിൽ കൈകുത്തി അവൻ നേരെ കുഞ്ഞിനോട് ചോദിച്ചു. രാത്രിയായ പപ്പയും കുഞ്ഞിനും ലച്ചും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കും, അവൻ അവൾ വാരിയെടുത്തും മടിയിൽ തീക്കിലിട്ടോണ്ട് പറഞ്ഞു. ഡെന്നിയുടെ കൈയൊന്ന് അയഞ്ഞ ഗ്യാപ്പിൽ ലച്ചു ചാടി എഴുന്നേറ്റു. അവൾ മെല്ലെ തിരിഞ്ഞു ഇടുപ്പിൽ നോക്കി. അവിടെ ചുവന്ന് കിടക്കുന്നുണ്ട്. അവൾ ഞെട്ടിക്കൊണ്ട് ഡെന്നിയെ നോക്കി. ഡെന്നിയുടെ കണ്ണുകളും അവിടെ തന്നെ ആയിരുന്നു. അവൻ ലച്ചുവിനെ ഒരു കള്ളച്ചിരിയോടെ നോക്കി. അവൻ്റെ ആ ഭാവം കണ്ട് അവൾ വേഗം ഡ്രസ്സ് പിടിച്ചിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഡെന്നി ഉച്ചക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു. ലച്ചുവിന് ബിരിയാണി ഇഷ്ടമുള്ളതുകൊണ്ട് ഹൈദരാബാദ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വന്നപ്പോൾ ലച്ചു അകത്തേക്ക് വന്നു. 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഡെന്നി തന്നെയാണ് മിഴിക്ക് വാരി കൊടുക്കുന്നത്. എരിവ് കൂടുന്നതിനനുസരിച്ച് അവിടെ കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് നിർത്താൻ താല്പര്യമില്ലാത്ത പോലെ മിഴി കഴിച്ചു. ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് വേദു ഈ ദക്ഷയുടെ കാര്യം, ഡെന്നി മുഖവരേതില്ലാതെ പറഞ്ഞു. ലച്ചു സംശയത്തോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ലേ റാഗിങ്ങിൽ കരഞ്ഞൊരു കുട്ടിയെ പറ്റി? ദാവണി മാറ്റി ചുരിദാറിട്ട് വരാൻ പറഞ്ഞതിനായിരുന്നു അന്നത്തെ കരച്ചിൽ. ഒരു തൊട്ടാവാടി, ഡെന്നി ചിരിയോടെ പറഞ്ഞു. ലച്ചു എന്തോ ഓർത്ത പോലെ തലയാട്ടി. ആ തൊട്ടാവാടി പെണ്ണ ഇന്ന് ബിസിനസ് സ്യൂട്ടൊക്കെ ഇട്ട് വന്ന് എന്നെ ഞെട്ടിച്ചത്. അവൻ്റെ കണ്ണിൽ അപ്പോഴും അത്ഭുതമായിരുന്നു. പക്ഷേ ലച്ചുവിനെ തീരെ പിടിച്ചില്ല. ദക്ഷയുടെ ഡെന്നിയോടുള്ള സമീപനം അവളിലൊരു കുശുമ്പ് സൃഷ്ടിച്ചിരുന്നു. അവൾ താല്പര്യമില്ലാത്ത പോലെ മൂളി. കുശുമ്പ് ഒട്ടുമില്ല എൻ്റെ പെണ്ണിന് അല്ലേ? അതും പറഞ്ഞ അവസാനമുള്ള അവിടെ വായിൽ വെച്ച് കൊടുത്ത് അവൻ മിഴിയേയും കൊണ്ട് എഴുന്നേറ്റു. അന്ന് വിട്ടിരിക്കുന്ന ലച്ചുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ച് അവൻ വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. അവൻ പോയതും ലച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. വേദു, ആ ഫോൺ നിൽക്ക്, അവൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ലച്ചു ഫോൺ എടുത്തു. ഡെന്നിച്ചാ, മറുവശത്ത് നിന്ന് കൊഞ്ചിക്കൊണ്ടുള്ള ദക്ഷയുടെ വിളി കേട്ടതും ലച്ചു മുഷ്ടിയുരുട്ടി. ഇച്ചാനല്ല, ലച്ചു ആണ്, അവൾ ഉള്ളിൽ അമർഷം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ സോറി, ലച്ചു ഒന്ന് ഡെന്നിച്ചിന് ഫോൺ എടുക്കുമോ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ദക്ഷ ദേഷ്യം പുറത്താണിക്കാതെ പറഞ്ഞു. ലച്ചു ഒന്ന് കടുപ്പിച്ച് മൂളിക്കൊണ്ട് വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. അവിടെ പപ്പയും മോളും വെള്ളത്തിൽ കളിയാണ്. ഇച്ചാ ദാ ഫോണ്. ലച്ചു അവന് നേരെ ഫോൺ നീട്ടി. ആരാ? ദക്ഷയാണ്, എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞോണ്ട് ഫോൺ നീട്ടി. കൈ നനഞ്ഞിരിക്കാൻ, ഞാൻ ഒന്ന് ചെവിയിൽ വെച്ചേ, ഡെന്നി പറഞ്ഞു. ലച്ചൊന്ന് മൂളിക്കൊണ്ട് ഫോൺ ചെവിയിൽ വെച്ച് കൊടുത്തു. അവൾ അരികിൽ വന്നു നിന്നു. അവൻ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. ചായ ചുമ്മാ ഇരിക്ക്, നോക്കി ഞാനാകെ നനഞ്ഞു, അവൾ ചീണിങ്ങിക്കൊണ്ട് പറഞ്ഞു. മറുവശത്ത് നിന്ന് ഇതെല്ലാം കേട്ട ദക്ഷ ദേഷ്യം കൊണ്ട് മുഷ്ടിയിരുട്ടി. ഡെന്നി ലച്ചുവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ദക്ഷ പറയും, അവൾ ലച്ചുവിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ബിസിയാണോ? അവിടെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ദക്ഷ ഒൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ബിസി ഒന്നല്ലടാ, റൂമിൽ തന്നെ ഉണ്ട്, താൻ കാര്യം പറയും, ലച്ചുവിൻ്റെ മുഖത്തെ കുശുമ്പ് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ നോക്കുന്നുണ്ടതും അവൾ മുഖം തിരിച്ചു. അത് ഡെനിച്ച, ഇന്ന് ഈവനിങ് ഫ്രീ ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി, ചെറിയൊരു ഫംഗ്ഷനുണ്ട്. ആഹാ, അതെന്താ വിശേഷിച്ച്? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, രാവിലെ ക്ഷണിക്കാൻ വിട്ടുപോയി. ഓ റിയലി? എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ? താങ്ക് യു. അപ്പോൾ ഈവനിങ് എന്തായാലും വരണം, അഡ്രസ്സ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഓക്കേടാ, എന്തായാലും വരാം. അവൻ ഫോൺ ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിൽ ലച്ചുവിനെ നോക്കി. അവൾ വേഗം ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു. ഈവനിങ് എവിടെ പോകുന്ന കാര്യം പറഞ്ഞ് ലച്ചു സംശയത്തോടെ ചോദിച്ചു. ആ, ഇന്ന് ദക്ഷയുടെ ബർത്ത്ഡേ ആണ്, ചെറിയൊരു ഫംഗ്ഷൻ, നമുക്ക് പോയിട്ട് വരാം, അവൻ മിഴിയെ വെള്ളത്തിൽ നിന്ന് കയറ്റിയെത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മൂളി. ഡെന്നി മിഴിയുടെ നനഞ്ഞ ഉടുപ്പ് മാറ്റി കൊടുത്ത് ഒരു ടവൽ ഉടുപ്പിച്ചു. മിഴി വേഗത്തേക്ക് ഓടിക്കയറി. മിഴി പോയി എന്ന് കണ്ടതും ഡെന്നി ലച്ചുവിനെ ഇടുപ്പിൽ പിടിച്ച് വലിച്ച് അടുപ്പിച്ചു. അവളുടെ നനഞ്ഞ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. കഴുത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ താടി വെച്ച് ഉരച്ചു. ഒരു കൈയിൽ ഫോണും മറുകൈ ഫുഡ് കഴിച്ചിട്ട് കഴുകാത്തും കൊണ്ട് അവൾക്ക് അവനെ തള്ളി മാറ്റാൻ സാധിച്ചില്ല. കുശുമ്പി, അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലച്ചുവിൻ്റെ ശരീരം വിറച്ചു. അവൾ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. വേദു, അവൻ്റെ നേർത്ത സ്വരം അവളുടെ കാതിൽ അലയടിച്ചു. ഈ ചായ തളർന്നുകൊണ്ട് അവനിൽ ചേർന്ന് അവൾ വിളിച്ചു. വേദനിച്ച അവളുടെ ഇടുപ്പിൽ ചുവന്ന് കിടക്കുന്നിടത്ത് മൃദുവായി തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് യാന്ത്രികമായി തലയാട്ടി. വേദു, വേദന ഞാൻ മാറ്റി നിർത്തടി.
അവൻ്റെ ശ്വാസം അവളുടെ മൂക്കിൽ തട്ടുന്നുണ്ടായിരുന്നു. വേണ്ട എന്നർത്ഥത്തിൽ അവൾ മൂളി. ഡെന്നി ഒരു ചിരിയോടെ അവളിൽ നിന്നുള്ള പിടിവിട്ട് നനഞ്ഞ കൈ അവളുടെ ഡ്രസ്സിൽ തുടച്ച് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പുറത്തേക്ക് നടന്നു. ലച്ചു അവൻ പോയ വഴിയെ തളർന്നു നിന്നു. അവളുടെ നെഞ്ചിരിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിൽ ഉയർന്നു. അവൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം അവളിൽ അത്ഭുതം ഉളവാക്കി. യാന്ത്രികമായി അവൾ കൈ കഴുകി പുറത്തേക്ക് നടന്നു. വെയിലൊന്ന് താന്നതും ഡെന്നി ലച്ചുവിനെയും മിഴിയെയും കൂടി പുറത്തേക്ക് ഇറങ്ങി. ക്യാബ് ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് അതിലായിരുന്നു യാത്ര മുഴുവൻ. 3 പേരും പുറകിലാണ് ഇരുന്ന്. ഡെന്നിയാണ് നടുക്ക്. അപ്പുറവും ഇപ്പുറമായിട്ട് കാഴ്ചകൾ കണ്ട് ലച്ചുവും മിഴിയും. ഡെന്നി ഒരു ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് വേഷം. മിഴിയും ഡെന്നിയുടെ സെയിം പാറ്റേൺ ആണ്. ലച്ചു ഒരു ബ്ലൂ കൂർത്തയും വൈറ്റ് പലാസയുമാണ് ഇട്ടത്. പുറത്തേക്ക് നോക്കി ഓരോന്ന് സംശയത്തോടെ ചോദിക്കുന്ന മിഴിക്ക് ഡെന്നി സമാധാനത്തോടെ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇച്ചാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ലച്ചു സംശയത്തോടെ ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നോണ്ട് ചോദിച്ചു. ഏയ് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചോദിച്ചതാ. എൻ്റെ അറിവിൽ ഇച്ചാനിയോട് വന്നിട്ടില്ല, ലച്ചു പറഞ്ഞു. നീ അറിയാത്തൊരു ഡെന്നി ഉണ്ടായിരുന്നു വേദി, ഒരു 4 വർഷക്കാലത്തോളം. ഡെന്നി അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അവർ നേരെ പോയത് ജുഹു ബീച്ചിലേക്കായിരുന്നു. മുംബൈ വന്നാൽ അവിടെ പോകണം നിർബന്ധമാണല്ലോ. ഒരുമാതിരി കേരളത്തിൽ കടലില്ലാത്ത പോലെ. ബീച്ചിൽ തുള്ളിച്ചാടി കളിക്കുന്ന ആകത്തിൽ നിന്ന് മിഴിയുടെ മുഖം അത് കണ്ടപ്പോൾ തന്നെ മങ്ങി. പപ്പേ, അവൾ മുഖം ചുളിച്ചുകൊണ്ട് വിളിച്ചു. എന്താടാ കുഞ്ഞാ? അവൻ തന്നെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന മിഴിയെ നോക്കി ചോദിച്ചു. എടുക്ക്, അവൾ കൈനീട്ടി പറഞ്ഞു. ആഹാ, ബീച്ചിൽ കുത്തി മറന്ന് പറഞ്ഞിട്ട് എടുക്കാനോ? അവൻ അവൾ എടുത്തു വരുന്നതിനോട് ചോദിച്ചു. അയ്യേ, ഇത് ബാദ് വാത്തിലാണ് പപ്പേ, നോക്കിയേ, ഒരു ഭംഗിയില്ല, മിഴി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് അവിടുന്ന് ഇറങ്ങോ പറഞ്ഞടി കാന്താരി, ഇവിടെ ബാഡ് വാട്ടർ ആണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞ്? പപ്പ നൊന്നെ വരിക നല്ലതാവുന്നൊക്കെ അല്ലേ? അവൻ അവളെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി ചമ്മിക്കൊണ്ട് തലഴ്ത്തി. അവിടെ ആ ഭാവം കണ്ട് ഡെന്നി പൊട്ടിച്ചിരിച്ചു. പോ പപ്പേ, കളിയാക്കണ്ട കേട്ടോ, അവൾ വീറോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ മേഡം, കളിയാക്കുന്നില്ല, അവൻ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. പപ്പേ, ഐസ്ക്രീം, മിഴി വിഷയം മാറ്റുന്ന പോലെ പറഞ്ഞു. ഓ അമ്മയുടെ മോള് തന്നെ, ചമ്മിയെന്നുണ്ട് അപ്പ വിഷയം മാറ്റും, അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ കൊള്ളാലോ, അവൾ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ച എൻ്റെ മോള്, നല്ലതാണ് ഇച്ചാൻ്റെ മോള്, ഇത് എവിടുത്തെ ഏർപ്പാടാ? ലച്ചു എളിയിൽ കൈകുത്തിന്ന് ചോദിച്ചു. ഇവിടുത്തെ ഏർപ്പാട്, വാടിങ്ങോട്ട്. ഒരു കൈ കൊണ്ട് മിഴിയെ ഭദ്രമായി പിടിച്ച് മറുകയാൽ ലച്ചുവിനെ ഇടുപ്പിൽ കൂടി പൊക്കിയെടുത്ത് നടന്നുകൊണ്ട് ഡെന്നി പറഞ്ഞു. അവളുടെ കാല് തറയിൽ നിന്ന് ഉയർന്നിരുന്നു. ചുരുക്കി പറഞ്ഞ കൊച്ചു നമ്മുടെ ഇച്ചാൻ്റെ കയ്യിലാണ്. ചുറ്റുമുള്ളവരെല്ലാം ഒരു ചിരിയോടെ അവൻ്റെ പ്രവൃത്തിയെ നോക്കിക്കണ്ടു. ഏ എൻ്റെ പപ്പ സ്ട്രോങ് ആണ്, മിഴി സന്തോഷത്തോടെ കൈകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഐസ്ക്രീം കിട്ടുന്ന സ്ഥലത്തിപ്പോൾ ഡെന്നി ലച്ചുവിനെ താഴെ നിർത്തി. വീണ്ടും ചുവന്നു. ലച്ചു ഡ്രസ്സിന്റെ മുകളിൽ കൂടി ഇടുപ്പിൽ തടവിക്കൊണ്ട് പറഞ്ഞു. എവിടെ നോക്കട്ടെ, ഞാൻ തടവിത്തരാം. ഡെന്നി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ ഇടുപ്പിൽ പിടിച്ച് വലിച്ചു. അവൾ അവനെ നെഞ്ചിലിടിച്ച് നിന്നു. എവിടെ? ഇവിടെയാണോ? ഡ്രസ്സിന്റെ മുകളിൽ കൂടെ അവളുടെ ഇടുപ്പിൽ തൊട്ടുകൊണ്ട് ഡെന്നി ചോദിച്ചു. മറുപടിയായി അവളുടെ പല്ലുകൾ ഡെന്നിയുടെ നെഞ്ചിലായിരുന്നു. കുട്ടി പിശാചി വിടടി, വേദനിക്കുന്നു, വേദു ഇച്ചാന്റെ മോളടി, വിട് വിട്. അവൻ കിടന്നലറി. മിഴിയാതെ കേട്ട് ലച്ചുവിനെ തള്ളിമാറ്റാൻ നോക്കുന്നു. എവിടുന്ന് അട്ട പിടിച്ച പോലെ നിൽക്കുവല്ലേ. വേദു വിട്ര, രോമക്കൂട്ടി കടിക്കലടി പുല്ലേ. ഡെന്നി കിടന്ന് തുള്ളി. ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ടതും അവൻ അവളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടി കൈയിട്ട് വയറിൽ അമർത്തി പിടിച്ചു. അവന്റെ കൈകളുടെ ചൂട് നഗ്നമായ ദേഹത്ത് തട്ടിയതും ലച്ചു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. കടിച്ച് പറിച്ചു യക്ഷി, അവൻ നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഷർട്ട് മാറ്റിയപ്പോൾ കണ്ടു അവളുടെ പല്ലിന്റെ പാട് പതിഞ്ഞെടുത്തതും ചോര പിടിഞ്ഞു. കണ്ടപ്പോൾ ലച്ചുവിന് വിഷമായെങ്കിലും അവൾ ഒന്നും ഇടാതെ നിന്നു. ഹായ്, നല്ല രസം പപ്പേ, ഞാൻ ഇപ്പഴത്തെ കടിക്കട്ടെ? മിഴി കടിച്ചെടുത്ത് കുത്തിക്കൊണ്ട് ചോദിച്ചു. ഹാ രസോലടി സാമ്പാർ, അമ്മക്കും മോൾക്കും കടിക്കാൻ ഞാൻ എൻ്റെ നെഞ്ച് തീരെഴുതി തരാട്ടോ. അവൻ മിഴിയെയും ലച്ചുവിനെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും അതിട്ട് വാപത്തി ചിരിച്ചു. ചുണ്ടിൽ ഊരി വന്ന ചിരി മറച്ചുകൊണ്ട് അവൻ അവർക്ക് ഐസ്ക്രീം അയച്ചു കൊടുത്തു. പപ്പച്ചു വേണ്ടേ? മിഴി ഐസ്ക്രീം നോക്കിക്കൊണ്ട് ചോദിച്ചു. പപ്പയ്ക്ക് വേണ്ട, നിങ്ങൾ കഴിക്കും. ലച്ചുമുള്ള സൺഡേസ് കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അതിൻ്റെ പപ്പച്ചു വേണ്ടാത്തേ? മുഖത്ത് മുഴുവൻ ഐസ്ക്രീം ആക്കി കഴിക്കുന്നതിൽ മിഴി ചോദിച്ചു. പപ്പയുടെ ഉള്ളു തണുക്കാനുള്ളതൊക്കെ ചിലർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ താങ്ങില്ല. അവൻ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് ലച്ചുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചു അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ നിന്നു. ഇടക്കോളി കണ്ടിട്ട് നോക്കിയപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കിയൊരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന ഡെന്നി. അത് കണ്ടതും അവൾ നാക്കടിച്ചുകൊണ്ട് തലതാഴ്ത്തി. ഡെന്നിയെ പറയാൻ സമ്മതിക്കാതെ അവൾ സ്പൂൺ ഐസ്ക്രീം അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒന്നുകൂടി ഉള്ളു തണുക്കട്ടെ, ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലച്ചു നടന്നു. ആദ്യം ഒന്നും അമ്പരുന്നെങ്കിലും പിന്നെ അവൻ പുഞ്ചിരിയോടെ അവൾ കൊടുത്ത ഐസ്ക്രീം നുണഞ്ഞിറക്കി. പപ്പി ഇനി ഞാനും, അതും പറഞ്ഞ് മിഴിയും കൊടുത്ത അവളുടെ പങ്ക്.
ഡെന്നിക്ക് ആ നിമിഷം ഭൂമിയിലെ ഏറ്റവും സന്തോഷവാൻ അവനാണെന്ന് തോന്നി. ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ അനുഭവിക്കണമെന്ന് അവൻ്റെ മനസ്സ് വാശി പിടിച്ചു. ഇനിയും വൈകാതെ ലച്ചുവിനോട് തുറന്നു പറയണമെന്ന് അവൻ ഉറപ്പിച്ചു. ആ കടൽക്കാറ്റേറ്റ് ഡെന്നിയുടെയും മിഴിയുടെയും ഒപ്പം നടക്കുമ്പോൾ ലച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ ആഹ്ലാദിക്കുകയായിരുന്നു. എന്നോ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമായതിൻ്റെ തിളക്കം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. മനസ്സിൽ പതിയുന്ന തരത്തിൽ അവൾ ആ കാഴ്ച കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു.